സ്വന്തമായിട്ട് ഒരു ബ്ലൗസ് തയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ പരിപാടിയല്ല അല്ലേ? അതിനൊരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നാവും നിങ്ങൾ കരുതുന്നുണ്ടാവുക. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെയുള്ള വീഡിയോസ് കഴിഞ്ഞ വീഡിയോസായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലാതെ വളരെ സ്പീഡായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. പിന്നെ ആദ്യമേ ഒന്ന് എടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. അതിൻ്റെ മെഷർമെൻറ്റ്സിൽ എന്തെങ്കിലും, അതായത് ഈ ഒരു സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ, ഈ ഒരു ബ്ലൗസ് പെർഫെക്റ്റായിട്ട് തയ്ക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സിനൊക്കെ പോയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് മിന്നിച്ചേക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അതെനിക്ക് തിരുത്തി തരണം. എങ്കിൽ മാത്രമേ അതെന്താണ് പിന്നെ തെറ്റിപ്പോയതെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാനിതൊന്നും പഠിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ ചെയ്ത് എനിക്കത് ഔട്ട്ഫിറ്റ് കറക്റ്റ് ആവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇതുപോലെ വീഡിയോസായിട്ട് വരുന്നത്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമ്മൾ പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ആ ഒരു റൗണ്ട് വരച്ചല്ലോ, ആ ഒരു കർവ് വരച്ചല്ലോ, ആ ഒരു കർവിന് മുകളിലൂടെ ആദ്യമേ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തെ പോർഷനിൽ 1 ഇഞ്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇട്ടിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് ഇത് മനസ്സിലാവത്തില്ല. കഴിഞ്ഞ വീഡിയോസ് മസ്റ്റായിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കട്ടിങ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ് എവിടെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ചിങ് മാത്രം ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പൊടി മാത്രം ഒന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് താഴത്ത് വരുന്ന ആ പോർഷനിൽ മാത്രം 1 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്ത് ബാക്കിയുള്ള പോർഷൻ മുഴുവനായിട്ട് ആ ഒരു കർവ് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ കട്ടിങ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഹൂക്ക് വെക്കുന്ന ആ ഒരു പോർഷനിലും കൂടി ഞാൻ ചെറുതായി ഒന്ന് മാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഇതുപോലെ സെൻറ്റർ ചെറുതായി ഒന്ന് 2-2.5 ഇഞ്ച് ലെങ്തിലാണ് കേട്ടോ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു. പിന്നീട് കയറ്റി മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിൽ ചെറുതായി ഒന്ന് കർവ് ഇട്ട് കൊടുത്തു. അതായത് കർവല്ല, ഇവിടെ നമുക്ക് കർവല്ല, ചെറുതായി ഒന്ന് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളമാണോ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് അത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ബ്ലൗസ് കയ്യിലുണ്ട് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് നോക്കുക, എങ്ങനെയാണ് സ്റ്റിച്ചിങ് വരുന്നതെന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഞാൻ ചിലപ്പോൾ പറയുന്ന സമയത്ത് അത് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അത്രയ്ക്ക് വശമില്ല, എങ്ങനെയാണ് പറയുക. ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. കണ്ടില്ലേ ആ ഒരു പിന്നെ കപ്പിൻ്റെ ആ ഒരു സൈസൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാൽ തന്നെ നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ജസ്റ്റൊക്കെ നല്ല ഷേപ്പിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയും ഈ ഒരു ഇതിനകത്ത് ഞാൻ ആ ഒരു കപ്പൊന്നും വെച്ചില്ല, ആ ഒരു ഫോമിൻ്റെ കപ്പൊന്നും വെച്ചില്ല. എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയിൽ അത് അവിടെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, താഴത്ത് ഞാനൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചിൽ ഒരു പീസ് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് താഴത്ത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ലൈനിങ്ങും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ബ്ലൗസിൽ ഭയങ്കരമായിട്ട് സ്വീക്വൻസ് വരുന്ന ഒരു ബ്ലൗസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്കിതിൻ്റെ സീവലവൻസുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു കവറിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ താഴത്ത് നല്ല വശവും ആ ഒരു പീസിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നത് ആ ഒരു ലൈനിങ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ഭാഗത്ത് തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ബ്ലൗസിന് ഇച്ചിരി കൂടെ ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് വേണം ഈ ഒരു ക്ലോത്ത് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 17 ഇഞ്ചോളം നീളത്തിലാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ലെങ്ത്തിൽ തന്നെയാണ് ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ, ഏകദേശം എന്ന് പറയുമ്പോൾ സ്കേർട്ട് നമ്മൾ കെട്ടത്തില്ലേ, അപ്പോൾ ആ ഒരു സ്കേർട്ടിൻ്റെ അത്ര തന്നെ വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഷോൾഡർ കറക്റ്റ് ചെയ്തെടുക്കണം. പിന്നീട് അങ്ങോട്ട് സ്ലീവ് കറക്റ്റ് ചെയ്തെടുക്കണം. അത്രയും ഭാഗം തന്നെ കേട്ടോ. ഒരുപാട് ടെൻഷനുള്ള ഒരു കാര്യവും ഇതിലില്ല. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ചെയ്തെടുത്ത അതേ മെത്തേഡിൽ തന്നെ നെക്സ്റ്റ് പാർട്ടും കൂടെ ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേ നമുക്കിവിടെ ഹൂക്ക് വെക്കാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്താണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇല്ലേ അത് തന്നെ യൂസ് ചെയ്യാം. ഞാനതിൻ്റെ ഇച്ചിരി കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാനിത് ലൈനിങ് ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഹൂക്ക് വെക്കാനുള്ളതാണ്, അതുപോലെ തന്നെ കുളത്തും പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ ലൈനിങ് പീസാണ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നല്ല വശത്ത് വെച്ച് തയ്ച്ച് വീണ്ടും അത് ഉള്ളിലോട്ടേക്ക് 1 ഇഞ്ച് മാത്രം പുറത്തോട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഒന്നും വറീഡ് ആവേണ്ട ഒരു കാര്യമില്ല. ഞാനിതിൻ്റെ നെക്ക് തയ്ച്ചില്ല, ഞാനത് ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഹൂക്ക് വെക്കാനുള്ള പോർഷനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലുള്ള പ്രിൻസസ് കട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇതുപോലുള്ള കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പ്ലീസ്. നിങ്ങൾ എന്തായാലും വീഡിയോസ് കാണുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. മാത്രമല്ല ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. വീണ്ടും ഒരു സ്റ്റിച്ച് ഞാൻ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതവിടെ സെക്യൂറായിട്ട് കിടക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഹൂക്ക് വെക്കേണ്ട സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഹൂക്ക് വരുന്ന ബ്ലൗസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഞാനിത് നെക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഷുവറായിട്ട് ഈ ഒരു കർവൊക്കെ വരുന്ന ഭാഗത്ത് ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുൾവശത്തോട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹെമ്മിങ് ഒന്നും ചെയ്യുന്നില്ല. ഓൾറെഡി നമുക്കിതിൽ വർക്കുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഹെമ്മിങ് ആണോ സ്റ്റിച്ചിങ് ആണോ എന്നൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്രോസ് പീസ് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെക്യൂറായിട്ട് അതവിടെ കിടന്നോളൂ കേട്ടോ. പിന്നീട് നമുക്കത് ഹെമ്മിങ് ചെയ്യണം എന്നുള്ള ആ ഒരു പരിപാടിയൊക്കെ അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതാണ് ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊന്ന് ബാക്ക് പീസിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ കേട്ടോ. ബാക്ക് പോർഷൻ്റെ നല്ല വശത്തോട് ലൈനിങ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. വീണ്ടും അതിൻ്റെ നെക്ക് റൗണ്ട് നെക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് വീണ്ടും മറിച്ചിട്ട് തയ്ച്ച് കൊടുക്കുക അല്ലെങ്കിൽ ക്രോസ് പീസ് വെക്ക് തയ്ക്കുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവായി കിട്ടും. ഇനിയിപ്പോൾ ബാക്ക് പോർഷൻ്റെ നല്ല വശത്തോട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ ആം ഹോളൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെക്കണം കേട്ടോ. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗമൊന്ന് ഞാൻ എത്രത്തോളമാണോ നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് എടുത്തതിൽ അത്രയും ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒന്നും പുറത്തോട്ട് വരാതെ ഉള്ളിലോട്ട് എല്ലാം ഹൈഡായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്വീക്വൻസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് അതവിടെ കിടക്കും. ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്താണ് ഞാൻ ഈ ഒരു ബ്ലൗസ് തയ്ക്കുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ഒരു റെഡിഷ് അല്ലെങ്കിൽ മെറൂൺ കളറുള്ള ഒരു ബ്ലൗസ് ഉണ്ട്, ഫുൾ സീക്വൻസ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡ്രസ് കോഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെയിം ആയിട്ട് ബ്ലൗസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ വശവും ഉള്ളിലോട്ട് ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടായില്ല. ഈ ഒരു സ്വീക്വൻസ് കുത്തുക അല്ലെങ്കിൽ ഭയങ്കര ഈ ഒരു ചൂടല്ലേ, ആ ഒരു ചൂടിൻ്റെ സമയത്ത് നമുക്കിതിങ്ങനെ ഒരയ്യ എന്നൊക്കെയുള്ള ആ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായില്ല. മറിച്ച് ഇത് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത കൂട്ടുകാരുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ തന്നെ. അപ്പോൾ അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൗസ് ഭയങ്കരമായിട്ട് കുത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഡ്രസ്സ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അൺകംഫർട്ടബിളായിട്ട് തോന്നത്തില്ല, നല്ല ഭംഗിയായിട്ട് അത് അവിടെ നിന്നോളും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ബാക്കിൽ ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ആണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഷേപ്പിനനുസരിച്ചിട്ട് ടക്കിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഓൾറെഡി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സാരീസൊക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇച്ചിരി ലൂസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തും നടുവിൻ്റെ ആ ഒരു ഭാഗത്തും ഒക്കെ കുറച്ച് പുറത്തോട്ട് വരുന്ന രീതിയിലായിരിക്കും നമുക്ക് ബ്ലൗസ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മെയിനായിട്ട് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ എത്രത്തോളം ടൈറ്റായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ അത്
കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്രയും ടൈറ്റില്ല, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇറുങ്ങിയെന്നല്ല, നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമ്മൾ തയ്ച്ചെടുക്കുക. അതാണ് ബ്ലൗസിൻ്റെ ഹൈലൈറ്റ്. ബ്ലൗസിൻ്റെ താഴെ പോർഷനിൽ ഞാൻ 1 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത്, നമുക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഇതുപോലുള്ള ലൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല വശത്തോട് ഈ ഒരു ലൈസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുഖേതിയായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ചിങ് മാക്സിമം ഹൈഡായിട്ട് കിടക്കും, പുറത്തോട്ടൊന്നും വരാത്ത രീതിയിൽ. എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലോത്തൊന്നും പുറത്തോട്ടൊന്നും കാണാത്ത രീതിയിൽ ചെയ്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ലേസിൻ്റെ എൻഡ് വരുന്ന പോർഷൻ, ആ ഒരു ത്രെഡ് പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു, എന്താ പറയുക, കൈ വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബീഡ്സൊക്കെ ഒന്ന് അഴിഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടുക, ഇതെങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ബ്ലൗസ് എനിക്കും ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് കണ്ടിട്ട് വേണം നമുക്ക് ആ ഒരു വർക്ക് കിട്ടാനായിട്ട്. നമുക്ക് ഇത് 1 ടൈം യൂസ് അല്ലാതെ എപ്പോഴും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ബീഡ്സായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലേസ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഈ രീതിയിൽ വേണം നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ലേസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ലേസൊക്കെ വെച്ച് കൊടുത്തു, സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ എൻഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ വീണ്ടും ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ ഒരു ലേസ് വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലൈനിങ് പീസും ആയിട്ട് നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ തയ്ച്ച് ഉൾവശത്തോട്ട് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അത് അവിടെ കിടന്നോളൂ കേട്ടോ. അതേ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ലേസ് വർക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചിന്നും പുറത്തൊന്നും കാണാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് ബ്ലൗസും ആയിട്ടൊന്ന് പെട്ടെന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടല്ലോ, നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും കറക്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് വെച്ച്, എവിടെയാണോ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഫിംഗർ വെച്ചൊന്ന് നോക്കുക. അതിനുശേഷം ഇതുപോലെ ക്ലോത്ത് ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കർവൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒട്ടും ക്ലോത്ത് വലിച്ചിട്ട് കൊടുക്കരുത്. എന്നാൽ പിന്നെന്താ, കറക്റ്റ് അളവിലല്ലാതെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ ചുളുങ്ങി കിടക്കും. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വരുന്ന പോർഷനിൽ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഡ്രസ്സും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് ഫ്രണ്ട് പോർഷനിൽ ഞാൻ കല്യാണത്തിനായിട്ട് ഓർഡർ ചെയ്ത ഡ്രസ്സൊക്കെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഹൂക്ക് ഇടാനായിട്ടുള്ള സംഭവങ്ങളൊന്ന് തുന്നിയെടുത്ത് കഴിഞ്ഞാൽ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് തയ്ക്കുമ്പോഴാണ് ബ്ലൗസ് വളരെ പെട്ടെന്ന് മടക്കി തയ്ച്ചു കൊടുത്തത്. അല്ലെങ്കിൽ കൂടിപ്പോയി ഒരു മണിക്കൂർ മാത്രമേ വേണ്ടൂ. അത് അറിയാത്ത കൂട്ടുകാർക്ക് പോർഷൻ, അതായത് അറിയുന്ന കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളവർക്ക് വെറും 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതുപോലുള്ള ബ്ലൗസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സാരീസൊക്കെ കാണുമ്പോൾ നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടായിട്ടില്ലേ, നമുക്ക് ഇതുപോലെ ഒന്ന് വേറെ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷുവറായിട്ട് ഞാനിത് ചെയ്തേനെന്നൊക്കെ കരുതുന്നുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.